കാശിനാഥൻ. രചന അവതരണം മിത്രവിന്ദ. പനിയും ക്ഷീണവും ഒക്കെ ആയതിനാൽ അടുത്ത 2 ദിവസത്തേക്ക് ജാനിയെ ഓഫീസിലേക്ക് പോകാൻ കല്ലു അനുവദിച്ചില്ല. അച്ഛനും അമ്മയും കൂടി എതിരായ സ്ഥിതിക്ക് അവൾ നിർബന്ധം പിടിച്ചുമില്ല. അങ്ങനെ തിങ്കളാഴ്ച മുതൽ ഇനി പോകാമെന്ന് ജാനിയും തീരുമാനിച്ചു. ദേവ് കാലത്തെ തന്നെ അവൾക്ക് മെസ്സേജ് ചെയ്യും. പനി എങ്ങനെയുണ്ട്, കുറവായോ, ക്ഷീണമുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. മെസ്സേജ് കാത്തിരിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ അവൾ റിപ്ലൈയും ചെയ്യും. രാത്രിയിലാണ് അവൻ അവളെ ഫോണിൽ വിളിക്കുന്നത്. ജസ്റ്റ് 1 മിനിറ്റ്, അതിൽ കൂടുതലൊന്നും അവൻ ഫോണിൽ സംസാരിക്കില്ല. എന്നാലും ആ മനസ്സ് നിറയെ താനാണെന്ന് ജാനിക്ക് ബോധ്യമായിരുന്നു. കഴിഞ്ഞ ഒറ്റ രാത്രി കൊണ്ട് അവൻ അത്രയും തവണ തൻ്റെ ആരോഗ്യസ്ഥിതി തിരക്കി വിളിച്ചതും താൻ തിരിച്ചു വിളിച്ചപ്പോൾ ആ പാതിരാ നേരത്ത് ഒറ്റ ബെല്ലിന് ഫോൺ അറ്റൻഡ് ചെയ്തതും അതിനുള്ള ഉത്തമ സൂചനയായിരുന്നു. ഞായറാഴ്ചയാണ് മൈഥിലിയുടെ വീട്ടിൽ നിന്നും ചെറുക്കൻ്റെ വീട്ടിലേക്ക് ദേവിൻ്റെ അച്ഛനും അമ്മയും പിന്നെ 2 അമ്മാവന്മാരും ഒരപ്പച്ചിയും അവരുടെ ഭർത്താവും ഒക്കെ ചേർന്ന് പോയത്. അവിടെ ചെന്നതും എല്ലാവർക്കും ചെക്കൻ്റെ ചുറ്റുപാടും മറ്റും ഇഷ്ടമായി. തരക്കേടില്ലാത്തൊരു വാർക്ക വീടും അതിനോട് ചേർന്ന് 22 സെൻറ്റ് സ്ഥലവുമായിരുന്നു അവർക്കുള്ളത്. വീട്ടുകാരെയും പയ്യനെയും ഒക്കെ പെണ്ണ് കാണാൻ വന്നപ്പോൾ തന്നെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. 2 കൂട്ടർക്കും ഇഷ്ടമായ സ്ഥിതിക്ക് എല്ലാം താമസിയാതെ നടത്തിയാലോ എന്നാണ് അടുത്ത ചർച്ച. വിവാഹ നിശ്ചയം 15 ദിവസത്തിനുള്ളിൽ വയ്ക്കാമെന്നും ശേഷം വിവാഹത്തിന് 1 മാസവും. കാരണവന്മാരുടെ തീരുമാനം ദേവ് അപ്പോൾ തന്നെ മൈഥിലിയെ വിളിച്ചറിയിച്ചു. അച്ഛനും അമ്മയും ഏട്ടനും കൂടി എല്ലാം വേണ്ടതുപോലെ ചെയ്യുമെന്നാണ് അവൾ അറിയിച്ചത്. അങ്ങനെ ചടങ്ങിനെക്കുറിച്ചൊക്കെ ഒരു ധാരണയാക്കിയ ശേഷം 2 കൂട്ടരും പിരിഞ്ഞത്. അന്നും പതിവ് പോലെ രാത്രിയിൽ ജാനി ദേവിൻ്റെ ഫോണിൽ വിളിച്ചു. വിവാഹകാര്യത്തെക്കുറിച്ചൊക്കെ അവൻ അവളോട് പറഞ്ഞു. നാളെ ഓഫീസിൽ വരുമോ എന്ന് ദേവ് അവളോട് ചോദിച്ചു. വരും എന്ന് ജാനി മറുപടിയും കൊടുത്തു. രാവിലെ എഴുന്നേറ്റപ്പോൾ പതിവില്ലാത്ത പ്രസരിപ്പും തുടിപ്പുമാണ് ജാനിക്ക്. കുളിയൊക്കെ കഴിഞ്ഞ് മുടി നന്നായി ഉണക്കിയിട്ട ശേഷം നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ചെന്നു. 2 ചപ്പാത്തിയും പീസ് കറിയും കഴിച്ച് ചായയും കുടിച്ചപ്പോൾ വയറ് ഫുള്ളായി. ശേഷം റെഡിയാവാനായി റൂമിൽ വന്നു. പീച്ച് നിറമുള്ള ഒരു സാരി എടുത്ത് നല്ല വൃത്തിയായി ഉടുത്തു. കണ്ണൊക്കെ എഴുതി കുഞ്ഞിക്കല്ല് പൊട്ടും തൊട്ടു. സിമ്പിളായിട്ടുള്ള സിൽവറിൻ്റെ ഇയറിങ്സ് എടുത്ത് കാതിലണിഞ്ഞു. നൂല് പോലെ ഒരു മാലയായിരുന്നു ഇട്ടത്. കയ്യിൽ സിൽവറിൻ്റെ വാച്ച് കെട്ടിക്കൊണ്ടുവന്ന് കണ്ണാടിയിൽ നോക്കി. ലിപ് ഗ്ലോസ് അല്പം എടുത്തിട്ട ശേഷം ബാഗെടുത്ത് തോളിലേക്കിട്ടു. മുടി വെറുതെ അഴിച്ചിടുകയാണ് ചെയ്തത്. ഒരുങ്ങി ഇറങ്ങി വന്നപ്പോൾ കല്ല് പുഞ്ചിരിയോടെ അവളെ നോക്കി നിൽപ്പുണ്ട്. കൊള്ളാമോ ആൻറ്റി? അവരുടെ നിൽപ്പ് കണ്ടതും ജാനി ചോദിച്ചു. പിന്നെ സൂപ്പറല്ലേ, എൻ്റെ കൊച്ചിനെ ആരും കണ്ണു വയ്ക്കാതിരുന്നാൽ മാത്രം മതി. ഓ പിന്നെ ചുമ്മാ കളിയാക്കാതെ ആൻറ്റി, അവൾ ചുണ്ട് കൂർപ്പിച്ചു പറഞ്ഞുകൊണ്ട് നേരെ വണ്ടിയെടുക്കാനായി പോയി. അന്നും ഓഫീസിൽ ആദ്യമെത്തിയത് ദേവായിരുന്നു. സിസ്റ്റം ഓൺ ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിലും അവൻ്റെ മിഴികൾ വാതിലിൻ്റെ അടുത്തേക്കാണ് നീളുന്നത്. വരേണ്ട സമയം കഴിഞ്ഞു, എന്നിട്ടും കാണുന്നില്ലല്ലോ. വാച്ചിലേക്ക് നോക്കിക്കൊണ്ടവൻ അക്ഷമയോടെ ഇരുന്നു. എന്നിട്ടും മെല്ലെ എഴുന്നേറ്റു. പ്രൈവറ്റ് റൂമിൽ നിന്നും താഴേക്ക് നോക്കിയാൽ ജാനിയുടെ വണ്ടി വന്നിട്ടുണ്ടോ എന്ന് കാണാം. അതുകൊണ്ടവൻ അവിടേക്ക് ചെന്നു. ജനാലയുടെ ഗ്ലാസ്സിലൂടെ താഴേക്ക് നോക്കിയപ്പോൾ ജാനിയുടെ കാറ് കിടക്കുന്നത് കണ്ടു. ഒരു നേർത്ത പുഞ്ചിരിയോടുകൂടി അവൻ തിരിഞ്ഞ് വാതിൽ തുറക്കാൻ തുടങ്ങിയതും ജാനി അകത്തേക്ക് പ്രവേശിച്ചതും ഒരുമിച്ചാണ്. തൊട്ടു മുന്നിൽ നിൽക്കുന്ന പെണ്ണിനെ കണ്ടപ്പോൾ അവൻ്റെ കിളി പോയി. കാരണം അത്രയ്ക്ക് മനോഹരിയായിരുന്നു ജാനി. അവൻ്റെ നോട്ടം കണ്ടതും ജാനിയുടെ മുഖം താന്നു. പോക്കറ്റിൽ കിടന്ന് ഫോൺ റിങ് ചെയ്തപ്പോഴാണ് അവന് സ്ഥലകാല ബോധം പോലും വന്നത്. ജാനി, പനിയൊക്കെ കുറഞ്ഞോ? ഫോൺ എടുത്തുകൊണ്ട് ദേവ് ചോദിച്ചു. ദേവ് അല്പം പിന്നിലേക്ക് മാറിയതും ജാനി റൂമിലേക്ക് കയറി. ബാഗ് ഊരി മാറ്റി വെച്ച ശേഷം അവൾ തൻ്റെ സീറ്റിൽ വന്ന് ഇരുന്നു. ദേവ് ആ സമയത്ത് ആരെയോ ഫോൺ വിളിച്ച് സംസാരിക്കുകയാണ്. അവൻ്റെ അടുത്തിരുന്നപ്പോൾ ജാനിക്ക് വല്ലാത്ത ഫീല്. 2 ദിവസം അവനെ കാണാതിരുന്നത് എങ്കിൽ പോലും ഒരുപാട് നാളുകളായതുപോലെ അവൾക്ക് തോന്നി. ഫോൺ സംഭാഷണം അവസാനിപ്പിച്ചിട്ട് ദേവ് മുഖം തിരിച്ച് ജാനിയെ നോക്കി. അവൾ തിരിച്ചു. നല്ല ഭംഗിയുണ്ട് കേട്ടോ, ഈ സാരി നന്നായി ചേരുന്നുണ്ട് ഇയാൾക്ക്. പറയാതിരിക്കാനാവില്ലായിരുന്നു ദേവിന്.
കാരണം അത്രയ്ക്ക് സുന്ദരിയായിരുന്നു ജാനി. മറ്റൊരുത്തനും വിട്ടുകൊടുക്കില്ല നിന്നെ. ദേവിൻ്റെ പെണ്ണാണ് നീ. മനസ്സുകൊണ്ടൊരായിരം ആവർത്തി അവൻ ഉറക്കെ പറഞ്ഞു. തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന്. അവൻ്റെ നാവിൽ നിന്നും അങ്ങനെ കേട്ടപ്പോൾ ജാനിയുടെ മുഖം പനിനീർമുട്ട് വിരിഞ്ഞതുപോലെ പ്രകാശിച്ചു. താങ്ക് യു ദേവേട്ട, പുഞ്ചിരിച്ചുകൊണ്ട് ജാനി പറഞ്ഞു. ഇഷ്ടാണോ? പെട്ടെന്ന് അവൾ ചോദിച്ചതും ദേവ് നെറ്റി ചൊളിച്ചു. എന്താ? ഏയ് ഒന്നുമില്ല, വെറുതെ. ജാനി എന്താ ഇപ്പം അങ്ങനെ ചോദിച്ചേ? എന്നെ ഇഷ്ടമാണോന്ന് സിസ്റ്റത്തിൽ കണ്ണു നട്ടുകൊണ്ട് അവൾ ചോദ്യം ആവർത്തിച്ചു. ആണെങ്കിൽ? അവൻ തിരിച്ചു ചോദിച്ചതും ജാനി പകപ്പോടെ ദേവിനെ നോക്കി. ഇഷ്ടമാണെങ്കിലോ എന്ന്. സത്യമാണോ ദേവേട്ട? ശ്വാസം എടുത്തു വലിച്ചുകൊണ്ട് അവൾ കസേര അവൻ്റെ അടുത്തേക്ക് നീക്കിയിട്ടു. ജാനി ഉത്തരം പറയൂ. നമ്മൾ തമ്മിൽ പരസ്പരം ഇഷ്ടപ്പെട്ടാൽ അതൊരു വിവാഹത്തിൽ അവസാനിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ സാറ് സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അച്ഛൻ സമ്മതിക്കും ദേവേട്ട. എൻ്റെ ഒരു കാര്യത്തിനും ഇന്നുവരെ എതിർത്തൊരു വാക്കുപോലും എൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞിട്ട് പോലുമില്ല. അതുപോലെയല്ലടോ ഇക്കാര്യം. ഇത് തൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു പാർട്ടല്ലേ. അപ്പോൾ അവർക്കേറെ ആലോചിക്കാനുണ്ട്. താൻ ഉദ്ദേശിക്കുന്ന പോലെ ആവില്ല കാര്യങ്ങൾ. അച്ഛൻ സമ്മതിച്ചാലോ? സാറ് പൂർണ്ണ മനസ്സോടുകൂടി സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ ജാനിയെ വിവാഹം കഴിക്കാം. ഉറപ്പാണോ? ഉറപ്പ്. പക്ഷേ അതിനു മുന്നേയുള്ള ഈ പ്രേമിച്ച് നടക്കുന്ന പരിപാടിക്കൊന്നും എനിക്ക് താല്പര്യമില്ല. ഓ ആയിക്കോട്ടെ, അവൾ ചിരിച്ചു. വാക്ക് തെറ്റിക്കല്ലേ, അതെനിക്ക് ഉറപ്പുതാ. പറഞ്ഞുകൊണ്ട് അവൾ വലങ്കൈയെടുത്ത് അവൻ്റെ നേർക്ക് നീട്ടി. കാശി സാർ സമ്മതിച്ചാൽ ഉറപ്പായും ഞാൻ എൻ്റെ ജീവിതത്തിൽ ജാനിയെ കൂടെ കൂട്ടും. അതിന് യാതൊരു മാറ്റവുമില്ല. പക്ഷേ സാറിന് നമ്മുടെ ബന്ധം അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഞാനായിട്ട് വരികയുമില്ല. അവളുടെ കയ്യിലേക്ക് തൻ്റെ കൈ വെച്ചുകൊണ്ട് ദേവ് ഉറപ്പോടെ പറഞ്ഞു. ഓക്കെ, ഈ വാക്കുകൾ ഞാൻ വിശ്വസിക്കുക. അച്ഛൻ ഇനി നാട്ടിലേക്ക് വരുന്ന ദിവസം തന്നെ ഞാൻ നമ്മുടെ കാര്യങ്ങൾ പറയും. സമ്മതിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷയും. അവൻ്റെ കൈവെള്ളയിലേക്ക് ഒന്നാഞ്ഞടിച്ചുകൊണ്ട് ജാനി പറഞ്ഞു നിർത്തി. ഇത് നമ്മൾ രണ്ടാളും മാത്രം തൽക്കാലം അറിഞ്ഞാൽ മതി. താൻ വേറെ ആരോടും ഷെയർ ചെയ്യരുത്. പറയില്ല, അവൾ തലയാട്ടി. അന്ന് ഉച്ചവരേക്കും ഇരുവരും നല്ല തിരക്കിലായിരുന്നു. ജാനിയും പതിയെ ഓഫീസ് കാര്യങ്ങളൊക്കെ പഠിച്ചു വന്നപ്പോൾ ദേവിന് അതൊരു വലിയ സഹായമായിരുന്നു. ദേവേട്ട, ഇതിങ്ങനാണോ അതോ ഇങ്ങനാണോ? അവർക്കങ്ങനെ മെസ്സേജ് അയച്ചാൽ പോരെ? ഫുൾ ടൈം സംശയം ചോദിച്ചുകൊണ്ടിരുന്നവളാണ്. പക്ഷേ ഇപ്പോൾ അവൾക്ക് എല്ലാത്തിനും അവളുടേതായ തീരുമാനമുണ്ട്. ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കുന്ന ടൈമിലാണ് അവർ ഫ്രീ ആയത്. ദേവ് ഭക്ഷണം തുറന്നപ്പോൾ കുറുകിയ നല്ല അസല് കണ്ണിമാങ്ങ അച്ചാറ് ഏറ്റവും മുകളിലായിരിക്കുന്നത് ജാനി കണ്ടു. സൂപ്പറാണല്ലോ പറഞ്ഞുകൊണ്ട് ഒരെണ്ണമെടുത്ത് അവൾ ഒന്ന് കടിച്ചു. ഓ എൻ്റെ അമ്മേ, ഒരു രക്ഷയില്ല, കിടിലം. ചക്കക്കുരു നാളികേരമിട്ട് കൊത്തിയ മെഴുക്കുവരട്ടിയും തേങ്ങാച്ചമ്മന്തിയും കണ്ണിമാങ്ങ അച്ചാറുമായിരുന്നു അവൻ്റെ അന്നത്തെ കറികൾ. എല്ലാം ജാനിക്ക് പ്രിയപ്പെട്ടതും. ദേവേട്ട, എനിക്ക് കുറച്ച് കറി തന്നേ. എന്നിട്ട് ദേവേട്ടൻ ഇതെടുത്തു. അവൾ തൻ്റെ മത്തനരിശ്ശേരിയും കോവയ്ക്ക ഫ്രൈയും ഗോപി മസാലയും ഒക്കെ അവന് നേർക്ക് നീട്ടിക്കൊടുത്തു. അവൻ പക്ഷേ അതിൽ നിന്നും ആകെ ഇത്തിരി കോവയ്ക്ക ഫ്രൈ മാത്രം എടുത്തുള്ളൂ. ജാനിയാണെങ്കിൽ അന്ന് ആസ്വദിച്ചിരുന്ന് കഥകളൊക്കെ പറഞ്ഞിരുന്നാണ് കഴിക്കുന്നത്. കണ്ണിമാങ്ങാച്ചാറ് സൂപ്പറായിട്ടുണ്ട്. അമ്മയോട് ഇത്തിരി എനിക്ക് മേടിച്ചുകൊണ്ട് തരണേ. അതെല്ലാം തീർന്നിടൂ. ഇനി അടുത്ത വർഷം ആവണം. അന്നേരം ഞാൻ കൊണ്ടുവന്ന് തരാം. അടുത്ത വർഷമോ? കഷ്ടമായല്ലോ ഏട്ടാ. ദേവാണെങ്കിൽ ഒരു ഉരുളി ഉരുട്ടി വായിലേക്ക് വെക്കാൻ തുടങ്ങിയതും ജാനി പെട്ടെന്ന് അവൻ്റെ കയ്യിൽ നിന്നും അത് വാങ്ങിയിട്ടങ്ങ് കഴിച്ചു. ചൊളിഞ്ഞ നെറ്റിയോടെ അവൻ ജാനിയെ സൂക്ഷിച്ചു നോക്കി. പെട്ടെന്ന് അവൾ അവനെ ഒന്ന് കണ്ണിറുക്കി കാണിച്ചുകൊണ്ട് കഴിപ്പ് തുടർന്നു. ജാനി, ഞാൻ കുറച്ചു മുന്നേ നിന്നോട് പറഞ്ഞതല്ലേ ചുമ്മാ പൈങ്കിളി പരിപാടിയായിട്ട് ഓരോന്ന് കാട്ടിക്കൂട്ടരുതെന്ന്. ആള് ഗൗരവത്തിൽ വഴക്ക് പറഞ്ഞതും അവളുടെ മുഖം താന്നുപോയി. പെട്ടെന്ന് ആ മിഴികൾ നിറഞ്ഞു. സോറി ദേവേട്ട. പതിയെ അവൾ പിറുപിറുത്തു. ആ മുഖം വാടിയപ്പോൾ ചെക്കൻ്റെ നെഞ്ചു പിടഞ്ഞെങ്കിലും കുറച്ച് ബോൾഡായിട്ട് ഇവളുടെ മുന്നിൽ നിൽക്കണമെന്ന് അവൻ തീരുമാനിച്ചുറപ്പിച്ചു.
കൈ കഴുകി വന്ന ശേഷം അവൻ കുറച്ചു സമയം കണ്ണുകൾ അടച്ച് കസേരയിൽ ചാരിക്കിടന്നു. ജാനി ഫോണിൽ സംസാരിക്കുകയാണ്. പാർവതിയായിരുന്നു. മകളുടെ ആരോഗ്യകാര്യമാണ് അവർ തിരക്കുന്നത്. മോളെ, ദേവ് എവിടെ? ഇടയ്ക്ക് പാറു ചോദിച്ചു. അപ്പുറത്തുണ്ടമ്മേ, ആള് ബിസിയാ. അച്ഛൻ പറഞ്ഞത് ദേവിൻ്റെ സിസ്റ്ററിൻ്റെ മാരേജ് ഡേറ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞ് ഞങ്ങളെ ഒന്ന് അറിയിക്കാനാണ് കേട്ടോ. പറയാം. വരുന്നുണ്ടോമ്മേ രണ്ടാളും? അങ്ങനെ കരുതി ഇരിക്കുവാ. ഞാനില്ലെങ്കിൽ പോലും അച്ഛൻ കാണും, അതുറപ്പ്. കേട്ടതും സന്തോഷം കൊണ്ട് ജാനി തുള്ളിച്ചാടി. അമ്മ ഫോൺ വെച്ച ശേഷം അവൾ ഇക്കാര്യം ദേവിനെ അറിയിച്ചു. 2 മാസത്തിനുള്ളിൽ വിവാഹം കാണുമെന്ന് അവൻ മറുപടി പറഞ്ഞു. അത് കേട്ടപ്പോൾ അവൾക്ക് പെരുത്ത് സന്തോഷമായി. എൻ്റെ ദേവേട്ടൻ്റെ പെണ്ണായി എന്നാണോ ഇനി ആ കുടുംബത്തിലേക്ക് ചെല്ലുന്നത്? ഒരുപാട് സ്വപ്നങ്ങൾ നെയ്തുകൊണ്ട് അവൾ ഒരു പുഞ്ചിരിയോടെ ഇരുന്നു. ഇന്ത്യൻ സമയം രാത്രി 9 മണിയായപ്പോൾ കാശിയുടെ ഫോണിലേക്കൊരു കോൾ വന്നു. അവൻ അത് അറ്റൻഡ് ചെയ്ത് കാതിലേക്ക് വെച്ചു. ഹലോ മിസ്റ്റർ കാശിനാഥൻ. മുഴക്കമുള്ള ഒരു ശബ്ദം. ഏസ് കാശിനാഥൻ ഹിയർ. ഹു ആർ യു? എടോ, ഞാൻ രവിശങ്കറാണ്, തൻ്റെ കൂടെ MBAക്ക് പഠിച്ച രവി. ഓ മൈ ഗോഡ്, രവി, ഇതൊരു ബിഗ് സർപ്രൈസായി പോയല്ലോടോ. നിൻ്റെ നമ്പർ കണ്ടുപിടിക്കാൻ ഇത്തിരി പാടുപെട്ടു. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേടോ? ഓ, നല്ല വിശേഷം. ഇങ്ങനൊക്കെ പോകുന്നു. നീ ഇപ്പം നാട്ടിലാണോ? അതേടാ, 6 വർഷമായി നാട്ടിലെത്തിയിട്ട്. ഇപ്പോൾ ഇവിടെ ഉണ്ട്. വൈഫ് മക്കളൊക്കെ എവിടെ? വൈഫ് കിച്ചണിലുണ്ട്. പിന്നെ മൂത്ത മോള് ഡോക്ടറാണ്, അവന്തിക. അവളുടെ വിവാഹമൊക്കെ കഴിഞ്ഞു. രണ്ടാളും അമേരിക്കയിൽ. പിന്നെ രണ്ടാമത്തെ മകൻ ബാംഗ്ലൂരിലാണ്. നീ കേട്ടിട്ടുണ്ടോ വ്യാസ് എന്നൊരു മൾട്ടിനാഷണൽ കമ്പനി? ഓ യെസ്, കേട്ടിട്ടുണ്ട്. കുറേ തവണ കേട്ടിട്ടുണ്ട്. അവിടുത്തെ ചീഫാണ് മോൻ, ആദിനാരായണൻ. ഓ ഗ്രേറ്റ്. കാശിയുമായിട്ട് കുറേയേറെ നേരം രവി ഫോണിൽ സംസാരിച്ചു. ശേഷം ഫോൺ വെച്ചത്. നാട്ടിൽ വരുമ്പോൾ കാണാമെന്നുള്ള തീരുമാനം ഇരുവരും എടുത്തിരുന്നു. മകളെക്കുറിച്ച് കുറേയേറെ തവണ രവി ഓരോരോ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ കാശിയുടെ മനസ്സിൽ എന്തൊക്കെയോ തോന്നി. അവൻ ഉടനെ തന്നെ പാറുവിനെ അത് ധരിപ്പിച്ചു. കല്യാണാലോചന വല്ലതും ആണോ കാശിയേട്ടാ? പാറു പെട്ടെന്ന് ചോദിച്ചു. എനിക്കും അങ്ങനെ തോന്നി പാറു. വരട്ടെ, നോക്കാം. നമുക്ക് ചേർന്ന ആളുകളൊക്കെ തന്നെയാ. പിന്നെ പയ്യൻ്റെ സ്വഭാവം എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. അതെ, ആദ്യം അവരുടെ പ്ലാൻ അറിയട്ടെ, എന്നിട്ട് അവനെക്കുറിച്ച് തിരക്കാം. തൽക്കാലം ഇത് മോൾ അറിയണ്ടല്ലേ. നാട്ടിൽ വന്ന ശേഷം രവിയോട് സംസാരിക്കാം, എന്നിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാം. കാശിയും പാറുവും കുറേയേറെ നേരം രവിയുടെ ഫാമിലിയെക്കുറിച്ച് സംസാരിച്ചിരുന്നു. ഈ ബന്ധം നടക്കുകയാണെങ്കിൽ നമ്മുടെ മോളുടെ ഭാഗ്യമാണെന്ന് കാശി പറഞ്ഞപ്പോൾ പാറുവും മനസ്സുകൊണ്ട് ആശിച്ചു അത് നടക്കണേ എന്ന്. ഇതൊന്നും അറിയാത്തൊരുവൾ തൻ്റെ ദേവേട്ടനെ മാത്രം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് കിടക്കുകയാണ്. അവനുമൊത്തുള്ള ഒരു സുന്ദര ജീവിതം സ്വപ്നം കാണുകയാണവൾ.